ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൊക്കക്കോളയെക്കുറിച്ച്. കൊക്കക്കോള കുടിക്കാത്ത ആരും തന്നെ എൻ്റെ മുന്നിലുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അല്ലേ? നിങ്ങൾക്കൊരു കണക്കറിയാമോ? ഈ ലോകത്ത് 97% ആളുകൾ കൊക്കക്കോളയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 72% ആൾക്കാർ കൊക്കക്കോളയുടെ ലോഗോ ഇത് കണ്ടിട്ടുണ്ട്. 51% ആളുകൾ കൊക്കക്കോളയെ കുടിച്ചിട്ടുണ്ട്. 51% എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പകുതിയിലധികം പേര് കൊക്കക്കോള കുടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി കൊക്കക്കോള കമ്പനി തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഓൺലി 125 years, 125 വർഷമായിട്ടുള്ളൂ. ഈ 125 വർഷത്തിനുള്ളിൽ ലോകത്തിലെ പകുതിയിലധികം ആൾക്കാരിലേക്ക് കൊക്കക്കോള എത്തിക്കാൻ കൊക്കക്കോള കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സഭ തുടങ്ങിയിട്ട് എത്ര നാളായി? കത്തോലിക്ക സഭ തുടങ്ങിയിട്ട് നമ്മൾ ജൂബിലി വർഷമാണത്. 2025 വർഷം നമ്മൾ പറയുന്നു. 2025 വർഷം കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർക്ക് ക്രിസ്തുവിനെ കുറിച്ചറിയാം? ലോകത്തിലെ എത്ര ശതമാനം ആൾക്കാർ ക്രിസ്തുവിനെ കുറിച്ചറിയാം? ലോകത്തിൽ വെറും 28% ആൾക്കാർക്ക് മാത്രമാണ് ക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള വെറും 28% ആൾക്കാർ മാത്രമാണ്, 28%. 2025 വർഷം കഴിഞ്ഞിട്ടും വെറും 28% ആൾക്കാരിലെ ക്രിസ്ത്യാനി ആയിട്ടുള്ളൂ എന്നുള്ളത് സങ്കടമുള്ളൊരു കാര്യമല്ലേ? ഒരു ദിവസം 1.6 ബില്യൺ ആൾക്കാർ കൊക്കക്കോള കുടിക്കുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഭീകരമായ കണക്കാണത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനി കൊക്കക്കോള സീരിയസ് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വെറും 50 വർഷമായിട്ടുള്ളൂ. 1975 സീരിയസ് ക്യാമ്പയിൻ തുടങ്ങുന്നത്, പരസ്യങ്ങളൊക്കെ അവർ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 50 വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ പകുതിയിലധികം ആൾക്കാർക്ക് കൊക്കക്കോള അവരെ കൊണ്ട് കുടിപ്പിക്കാൻ കൊക്കക്കോള കമ്പനിക്ക് പറ്റി. അതുകൊണ്ടാണ് ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവ് ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്നതിന് പകരം കൊക്കക്കോള കമ്പനി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായനെന്ന്. ഒരു തമാശയായിട്ട് ചോദിച്ചാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ക്രൈസ്തവർ, നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമോ? ഇന്ന് ആഗോള മിഷൻ ഞായറാണ്, മിഷൻ സൺഡേ ആണെന്ന്. ഇന്ന് നമ്മൾ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ മിഷൻ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ സ്വയം ഓർക്കണം. ബൈ നേച്ചർ എവറി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി എന്നാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളാണോ, ക്രൈസ്തവരാണോ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കേണ്ട. ഇറ്റ്സ് അവർ പ്രൈം ഡ്യൂട്ടി. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ആൾക്കാരോട് പറയണം. നിങ്ങൾക്കറിയോ ഈ ലോകത്തെ ഏറ്റവും വലിയ നിര ഏതാണെന്ന്? ഏറ്റവും വലിയ ലൈൻ ഏതാണെന്നറിയാമോ? 7,50,000 മൈലുകൾ നീളമുള്ള ഈ ഭൂമിയെ 30 തവണ വലയം വെച്ചാലും തീരാത്ത, ഓരോ ദിവസവും 20 മൈലുകൾ നീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിരയുടെ പേര് അത് ക്രിസ്തുവിനെ അറിയാത്തവരുടെ നിരയാണ്. ക്രിസ്തുവിനെ അറിയാത്തവരുടെ നിര ഓരോ ദിവസവും 20 മൈല് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. ഇതാണ് എൻ്റെ ഓഫർ. 35 ദിവസത്തെ ഒരു ജോലി തരാൻ പാടില്ല. 35 ദിവസം. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും 1000 രൂപ വെച്ച് പേ ചെയ്യും. 1000 വെച്ച് പേ ചെയ്യും. അങ്ങനെ 35 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 35,000 rupees കിട്ടും. 2ാമത്തെ ഓപ്ഷൻ ഇതാണ്. ഞാൻ നിങ്ങൾക്ക് 35 ദിവസം ജോലി തരുമ്പോൾ ആദ്യത്തെ ദിവസം 1 രൂപ, പിന്നെ 2, ഒരു ഇരട്ടിയാണ്, പിന്നെ 2, 4, 8, 16, 32, 64, അങ്ങനെ ഇരട്ടി പോകും. അങ്ങനെ 35 ഡേയ്സ്. നിങ്ങൾ ഏതെടുക്കും? ഏത് ഓഫർ എടുക്കും? പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കും, ആദ്യത്തേലേ നല്ല 35 into 1000, 35,000, 35 ദിവസം കൊണ്ട് 30,000 രൂപ കിട്ടും. അതല്ല നല്ലത്? ഈ 1, 2, 4, 8 അങ്ങനെ പോണേക്കാളും നല്ലത് അങ്ങനെയല്ലേ? പക്ഷേ സെക്കൻഡ് ഓഫർ ശരിക്കും കൂട്ടി നോക്കിയാൽ നിങ്ങൾ സെക്കൻഡ് ഓഫർ നിങ്ങൾ കൂട്ടി നോക്കും. 35ാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണെന്നറിയാമോ? 2,435 കോടി രൂപയാണ്. 2,435 കോടി രൂപയാണ്. ഇറ്റ് ഈസ് നോട്ട് 35,000, ഇറ്റ് ഈസ് 2,435 കോടി. അതിൻ്റെ അത് ബാക്കി സംതിങ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കോടി രൂപ. ഈ 2ാമത്തതാണ് നല്ല ഓഫർ എന്ന് പറയാം. ശരിക്കും സുവിശേഷം എങ്ങനെ പറയണമെന്ന് അറിയാമോ? സുവിശേഷം പറയേണ്ടത്, ഈ ലോകത്ത് 6 ബില്യൺ ആൾക്കാരുണ്ട്. ഈ 6 ബില്യൺ ആൾക്കാരോട് എനിക്കിരുന്ന് സുവിശേഷം പറയാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. പക്ഷേ എനിക്ക് ഒരാളോട് പറയാലോ. കർത്താവ് 12 ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 12 ശിഷ്യന്മാർ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. അവരിങ്ങനെ പറഞ്ഞല്ലേ കർത്താവ് ഇത്ര പേരിലേക്ക് എത്തിയത്. അല്ലാതെ ഒരാളല്ലല്ലോ പറഞ്ഞത്.
അപ്പം നമ്മുടെ കടമ എന്താണ്? വർഷത്തിൽ നിങ്ങൾ ഒരാളോട് ക്രൈസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരാളോട്. അത് മതി ലോകത്തെ എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ. അപ്പം ഇന്ന് മിഷൻ സൺഡേ ആഘോഷിക്കുമ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയാമോ? ഞാനേ ഒരു ദിവസം പോട്ടെ, ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും സംസാരിക്കും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ ഒരാളോടെങ്കിലും സംസാരിക്കും. അതാണ് നമ്മുടെ സുവിശേഷ ദൗത്യം എന്ന് പറയാം. മക്കളെ, ഈ കൊക്കക്കോള ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കൊക്കക്കോള ഇറ്റ്സ് ഡേഞ്ചറസ്, ഇത് പോയ്സനാണ്, ഇത് അധികം കഴിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഇത്ര പോയ്സണായിട്ടുള്ളൊരു കാര്യം ഇന്ന് ലോകത്തിൻ്റെ പകുതിയിലധികം ആൾക്കാർ വളരെ സന്തോഷത്തോട് കുടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈശോ, ദ ഗ്രേസ്ഫുൾ ജീസസ്, എല്ലാം സൃഷ്ടിച്ചവൻ, ആ ഈശോനെ, ഏറ്റവും നല്ലവനെ നമ്മൾ എന്തുകൊണ്ട് പ്രഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് ലോകം മുഴുവൻ അറിയിക്കുന്നില്ല? എല്ലാവർക്കും ഹാപ്പി മിഷൻ സൺഡേ.